ഇവിടെ ഒരു സോൾജർ പാരാച്ചൂട്ടിൽ വന്ന് കാട്ടിൽ ചെന്ന് വീണിട്ടുണ്ടാവും. സോ പുള്ളിയുടെ കാലിൽ ഒരു കമ്പ് കുത്തി രക്തം വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊരു കൈ വന്ന് ആ കമ്പെടുത്ത് അയാളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. നോക്കിയാൽ അവിടെ വിചിത്രമായ ജീവി നിൽക്കുന്നുണ്ട്. ഇതിനെ കണ്ട് പേടിച്ച് അയാൾ ഒച്ച വെക്കുന്നു. ഇയാൾ ഒച്ച വെച്ചത് കണ്ട് ഇത് എടുത്തത് കൊണ്ടാണ് ഒച്ച വെക്കുന്നതെന്ന് കരുതി ആ കമ്പ് അവിടെ തന്നെ തിരിച്ചു വെക്കുന്നു. അതിനുശേഷം ഇയാളുടെ ബാഗ് എടുത്ത് അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാളും അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ആ ബാഗിൽ നിന്നും ഒരു ഗ്രനേഡ് എടുത്ത് തിന്നാനുള്ളതാണെന്ന് കരുതി കടിച്ചു നോക്കുന്നു. അല്ലെന്ന് മനസ്സിലായതും അത് തൂക്കി എറിയുന്നു. അതിൽ നിന്നും ഇയാൾ ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെടുന്നു. ആ ദേഷ്യത്തിൽ ഹെൽമെറ്റ് എടുത്ത് അതിനെ എറിയുന്നു. എന്നാൽ അത് പുള്ളിയുടെ ഹെൽമെറ്റ് കണ്ടതും ഭക്ഷണം കഴിക്കാനുള്ള പാത്രമാണെന്ന് കരുതി അതിലൊരു മീനിനെ വെച്ചു കൊടുക്കുന്നു. ശരി, എന്നാൽ ഇത് പാചകം ചെയ്ത് കഴിക്കാമെന്ന് കരുതി അയാൾ തീ കത്തിച്ച് ഊതിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഊതുന്നത് കണ്ടതും ഇതും ഊതാൻ തുടങ്ങുന്നു. എന്നാൽ കുറച്ച് വേഗം കൂടി പോയി അതിൽ ഇയാൾ കരിഞ്ഞുപോയി ബോധം കെട്ടുവീഴുന്നു. ഇത് കണ്ടതും പുള്ളിയെ എവിടെ കൊണ്ടുപോയി രക്ഷിക്കണമെന്ന് അതിന് മനസ്സിലാവുന്നു. സോ പുള്ളിയെ വലിച്ചു കൊണ്ടുപോയി അടുത്തുള്ള മെഡിക്കൽ ക്യാമ്പിൽ കൊണ്ടിടുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അത് ഇയാളുടെ ശത്രുക്കളുടെ ക്യാമ്പായിരുന്നു എന്ന്.